നമസ്കാരം. KMCN വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ആദ്യമായി പ്രവേശനം നേടി 11 പെൺകുട്ടികൾ. മന്ത്രി പി പ്രസാദിന്റെ ഇടപെടലിനെ തുടർന്നാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി ഉത്തരവായത്. ആശാപ്രവർത്തകർ തലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ജൂൺ 6 ചേർത്തലയിൽ ഗംഭീര സ്വീകരണം നൽകും. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയം വീട് കുത്തിത്തുറന്ന് മോഷണം. കടുത്തുരുത്തി മാൻവട്ടം നെടുന്തുരുത്ത് മാലിയിൽ ജോയിയുടെ വീട്ടിൽ നിന്നും 31 പവനും 25,000 രൂപയും മോഷണം പോയി. വിശദമായ വാർത്തകൾ. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ആദ്യമായി 11 പെൺകുട്ടികൾ പഠനത്തിനെത്തി. മന്ത്രി പി പ്രസാദിന്റെ ഇടപെടലിനെ തുടർന്നാണ് ബോയ്സ് സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. ചരിത്രത്തിന്റെ ഭാഗമായ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് സ്കൂളിൽ ഇനി മുതൽ പെൺകുട്ടികൾക്കും പ്രവേശനം. 11ഓളം പെൺകുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പഠനത്തിനായി സ്കൂളിൽ എത്തിയത്. 2025-26 അധ്യയന വർഷത്തേക്കാണ് നമുക്ക് പെൺകുട്ടികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശനം അനുവദിച്ച് ഓർഡറായിട്ടുള്ളത്. ഈ വർഷം 7 പെൺകുട്ടികൾ 5ാം ക്ലാസ്സിലേക്കും 2 പെൺകുട്ടികൾ 7ാം ക്ലാസ്സിലേക്കും 8ൽ 2 പെൺകുട്ടികളും ചേർന്ന് ആകെ 11 പെൺകുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരം ലഭിക്കുന്ന രീതിയിൽ ഒരു പഠനാന്തരീക്ഷമാണ് നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 5ാം ക്ലാസ്സിൽ 7ഉം 7, 8 ക്ലാസ്സുകളിൽ 2 വീതം കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. മന്ത്രി പി പ്രസാദിന്റെ ഇടപെടലുകളെ തുടർന്നാണ് സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ച് ഉത്തരവായത്. ചരിത്രത്തിന്റെ ഭാഗമായ ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ബോയ്സ് സ്കൂളിൽ ഇനി മുതൽ പെൺകുട്ടികൾക്കും പ്രവേശനം. 11ഓളം പെൺകുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിൽ പഠനത്തിനായി സ്കൂളിൽ എത്തിയത്. 2025-26 അധ്യയന വർഷത്തേക്കാണ് നമുക്ക് പെൺകുട്ടികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് പ്രവേശനം അനുവദിച്ച് ഓർഡറായിട്ടുള്ളത്. ഈ വർഷം 7 പെൺകുട്ടികൾ 5ാം ക്ലാസ്സിലേക്കും 2 പെൺകുട്ടികൾ 7ാം ക്ലാസ്സിലേക്കും 8ൽ 2 പെൺകുട്ടികളും ചേർന്ന് ആകെ 11 പെൺകുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവസരം ലഭിക്കുന്ന രീതിയിൽ ഒരു പഠനാന്തരീക്ഷമാണ് നമ്മളിവിടെ കുട്ടികൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. 5ാം ക്ലാസ്സിൽ 7ഉം 7, 8 ക്ലാസ്സുകളിൽ 2 വീതം കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. മന്ത്രി പി പ്രസാദിന്റെ ഇടപെടലുകളെ തുടർന്നാണ് സ്കൂളിൽ പെൺകുട്ടികൾക്കും പ്രവേശനം അനുവദിച്ച് ഉത്തരവായത്. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയം നോക്കി വീട് കുത്തിത്തുറന്ന് മോഷണം. കടുത്തുരുത്തി മാൻവട്ടം നെടുന്തുരുത്ത് മാലിയിൽ ജോയിയുടെ വീട്ടിൽ നിന്നും 31 പവൻ സ്വർണവും 25,000 രൂപയുമാണ് മോഷണം പോയത്. മുൻവാതിൽ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് അലമാര കുത്തിത്തുറന്ന് പണവും സ്വർണവും അപഹരിക്കുകയായിരുന്നു. 3 മുറിയിലെ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. സ്വർണത്തോടൊപ്പം വെച്ചിരുന്ന മുക്കുപണ്ടം അവിടെ ഉപേക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ബന്ധുവിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനായി ലോക്കറിൽ നിന്നെടുത്ത് സ്വർണ്ണാഭരണം തിരികെ ലോക്കറിൽ വയ്ക്കാനിരിക്കുകയാണ് മോഷണം നടന്നത്. കടുത്തുരുത്തി പോലീസിൽ വിവരം അറിയിക്കുകയും കോട്ടയത്ത് നിന്നും ഫിംഗർ പ്രിന്റ് ഡോഗ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തി. മണം പിടിച്ച പോലീസ് നായ കുറുപ്പന്തറ റോഡിലേക്ക് ഇറങ്ങി മാൻവട്ടം പള്ളി ജംഗ്ഷൻ വരെ ഓടി നിന്നു. വിവിധയിടങ്ങളിലെ CCTV പരിശോധിച്ച് വരികയാണ് പോലീസ്. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ആശുപത്രിയിലായിരുന്നു. ഇവിടെ കാരിത്താസ് ഹോസ്പിറ്റലിലായിരുന്നു. അവിടുന്ന് ഞാൻ കൂടി രാവിലെ ഇവിടെ വന്നു. രാവിലെ ഇവിടെ വന്നു ഹോസ്പിറ്റലിൽ പോയെന്ന്. ഇന്നലെ പോയതാ. ഇന്നലെ രാവിലെ പോയി. ഇപ്പം ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന്. ആശാപ്രവർത്തകർ തലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം. പ്രവർത്തകർ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ജൂൺ 6 ചേർത്തലയിൽ സ്വീകരണം നൽകും. ആശാവർക്കർമാരുടെ നമ്മുടെ ഭരണസ്ഥിരാകേന്ദ്രത്തിലെ സമരം ഇന്ന് 115 ദിവസം പിന്നിടുകയാണ്. ജീവിക്കാൻ വേണ്ടിയുള്ള ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സമരത്തോട് ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന ഈ കേരളത്തിൽ അനങ്ങാപ്പാറ നയവും നിരുത്തരവാദപരമായ സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മെയ് 5 കാസർഗോഡ് നിന്നുമാണ് സമരയാത്ര തുടങ്ങിയത്. ജൂൺ 5 ചേർത്തലയിൽ എത്തുന്ന ജാഥയ്ക്ക് ഗംഭീര സ്വീകരണം നൽകും. ഈ 5-ാം തീയതി, ഈ വരുന്ന 5-ാം തീയതിയാണ് വ്യാഴാഴ്ച രാവിലെ ജാഥ, സംസ്ഥാന ജാഥ തണ്ണീർമുക്കത്തെത്തും. അവിടെ നിന്ന് പള്ളിപ്പുറം സ്വീകരണമുണ്ട്, തുറവൂരുണ്ട്, അവിടെ നിന്ന് മുഹമ്മ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചേർത്തലയിലേക്ക് സമാപന സമ്മേളനമായിട്ട് എത്തിച്ചേരും. അതിന് വലിയ ഒരു ഒരുക്കങ്ങളുമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്.
ഞങ്ങളെല്ലാം സ്വാഗത സംഘം ഭാരവാഹികളാണ്. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പ്രതികരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയത്തിനതീതമായ പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിജയത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ, ഈ വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഈ നീതിക്ക് വേണ്ടിയുള്ള സഹന സമരത്തിന്, നിലനിൽപ്പിനായിട്ടുള്ള ഈ സമരത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാവണം. രാവിലെ 9-ന് തണ്ണീർമുക്കം പൗരാവലിയുടെ സ്വീകരണം നൽകും. തുടർന്ന് രാവിലെ 10 മണിക്ക് ഒറ്റപ്പുന്നയിലും 12 മണിക്ക് തുറവൂരും സ്വീകരണം നൽകും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മുഹമ്മയിലെത്തി സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിക്ക് ചേർത്തല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ എത്തിച്ചേർന്ന സമാപന സമ്മേളനം നടക്കും. ഫാദർ പയസ് ആറാട്ടുകുളം, ഫാദർ ഡോക്ടർ ആൻഡോ ചേരാന്തുരുത്തി, CK ഷാജി മോഹൻ, അഡ്വക്കേറ്റ് എസ് ശരത്ത്, അഡ്വക്കേറ്റ് ജേക്കബ് അറയ്ക്കൽ, KR സോമശേഖര പണിക്കർ തുടങ്ങിയവർ രക്ഷാധികാരികളും ഡോക്ടർ അഡ്വക്കേറ്റ് തോമസ് വി പുളിക്കൻ ചെയർമാനും വിവിധ രാഷ്ട്രീയ കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, വൈസ് ചെയർമാൻമാരും കൺവീനർമാരും ആയുള്ള 66-അംഗ സ്വാഗത സംഘവും രൂപീകരിച്ചു. ആശമാരുടെ ജീവിത പ്രശ്നങ്ങൾ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, കൂലിയുടെ വിഷയങ്ങൾ, ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കം എല്ലാ തരത്തിലുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സമര പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മൾ. കേരള സർക്കാർ ഓണറേറിയം നൽകേണ്ടുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്വ നിലയിൽ അത് വർദ്ധിപ്പിക്കുവാനുള്ള സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ഇൻസെൻറ്റീവ് അത് വർദ്ധിപ്പിക്കുവാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വിവിധ സമയങ്ങളിൽ പാർലമെൻറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്ന സമരം കേരളത്തിൽ നമുക്കറിയാം, നേരത്തെ ശരത് ഇവിടെ പറഞ്ഞതുപോലെ കോവിഡ് സമയത്തും എല്ലാ തരത്തിലുള്ള പ്രളയം അല്ലെങ്കിൽ നിപ്പ അതുപോലുള്ള സന്ദർഭങ്ങളിലെല്ലാം തന്നെ സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആശമാർ കേവലം 232 രൂപ വേതനം പറ്റിക്കൊണ്ട് കേരള സർക്കാരിൻ്റെ ഈ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ അത് വലിയൊരു ബർഡനായിട്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 30 അംഗൻവാടികളിൽ നടന്ന പ്രവേശനോത്സവത്തിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം 15-ാം വാർഡിലെ കുമാരപുരം അംഗൻവാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M സന്തോഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ B ബൈരഞ്ജിത്ത്, S ജ്യോതിമോൾ, K കമലമ്മ, പഞ്ചായത്ത് അംഗങ്ങളായ രജനി രവിപാലൻ, CK ശോഭനൻ, ഫാക്കൽറ്റി അംഗങ്ങളായ സുധാകരൻ, TN വിശ്വനാഥൻ, PB അശോകൻ, G പ്രദീപ്, സുഭദ്രം കോർഡിനേറ്റർ അരുണിമ എന്നിവർ സംസാരിച്ചു. ICDA സൂപ്പർവൈസർ അനില ശശിധരൻ പ്രവേശനോത്സവ സന്ദേശം നൽകി. അങ്കണവാടി അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത ഉത്സവാന്തരീക്ഷത്തിലാണ് പരിപാടി നടന്നത്. 460 കുട്ടികളാണ് 30 അംഗൻവാടികളിലായി ഉണ്ടായിരുന്നത്. ഇതിൽ 160 പേർ പുതുതായി ഈ വർഷം എത്തിയവരാണ്. മധുരവും ചായ പെൻസിലുകളും കളർ ബുക്കുകളും ബലൂണുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ നൽകിയാണ് കുഞ്ഞുങ്ങളെ അംഗൻവാടികളിൽ വരവേറ്റത്. അംഗൻവാടികളിലും ഇത്തവണ പ്രവേശനോത്സവം ആഘോഷമായി. വിവിധ നിറത്തിലുള്ള ബാഗുകളും പുതുവസ്ത്രവും ധരിച്ചുകൊണ്ടുള്ള കുരുന്നുകളുടെ വരവ് നയനാനന്ദകരമായി. തൈക്കാട്ടുശ്ശേരി 11-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗനവാടിയിൽ എത്തിയ കുഞ്ഞുങ്ങളെ പൂച്ചെണ്ട് നൽകിയാണ് വരവേറ്റത്. പ്രവേശനോത്സവം മുൻ അംഗനവാടി ടീച്ചർ സുപ്രഭ ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് ഉന്നത വിജയം കരസ്ഥമാക്കിയ വാർഡിലെ വിദ്യാർത്ഥികളെയും ടീച്ചർ സുപ്രഭയെയും വേദിയിൽ ആദരിച്ചു. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 റോട്ടറി പോലീസ് എൻഗേജ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തുന്നു. ജൂൺ 6-ന് രാവിലെ 10 മണിക്ക് അരൂരിൽ നിന്നും യാത്ര ആരംഭിക്കുമെന്ന് റോട്ടറി ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാസലഹരിക്കെതിരെ, സിന്തറ്റിക് ഡ്രഗ്സ്, അതിനെതിരെ അരൂര് തൊട്ട് തിരുവനന്തപുരം വരെ 5 ജില്ലകളിലായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. അതായത് അരൂരിൽ നിന്ന് തുടങ്ങി പള്ളിപ്പുറം, ചേർത്തല, ചങ്ങനാശ്ശേരി, ആലപ്പുഴ തുടങ്ങി അതിൻ്റെ അടുത്ത ദിവസം വെള്ളിയാഴ്ച പത്തനംതിട്ട ജില്ല കവർ ചെയ്ത്, 8-ാം തീയതി ഞായറാഴ്ച വീണ്ടും ആലപ്പുഴ കവർ ചെയ്ത്, 9-ാം തീയതി കൊല്ലം കഴിഞ്ഞ് 10-ാം തീയതി തിരുവനന്തപുരത്ത് മിനിസ്റ്റേഴ്സൊക്കെ വെച്ച് നടക്കുന്ന ഒരു വലിയ ചടങ്ങിലാണ് ഇത് അവസാനിക്കുന്നത്. ഇപ്പോൾ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾ ഫ്ലാഷ് മോബിനുള്ള ആളുകൾ ഉണ്ടാകും, പിന്നെ പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം ഉണ്ട്, ഈ ലഹരിക്കെതിരെ ലഘുലേഖകളെല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ജില്ലകളിലെയും അതാത് കേന്ദ്രങ്ങളിൽ അവിടുത്തെ 8, 10, 15 റോട്ടറി ക്ലബ്ബ് കൂടി ആ പ്രദേശത്തെ പത്രക്കാരെയും പ്രമുഖരെയും എക്സൈസിനെല്ലാം വിളിച്ച് നടത്തുന്നൊരു വലിയ പരിപാടിയാണ്. പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണയ്ക്ക് വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലും റോപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം റോട്ടറി പോലീസ് എൻഗേജ്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് ഇത് PDGമാരൊക്കെ തിരുവനന്തപുരത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാ ജില്ലകളിലും വലിയ പരിപാടിയായിട്ടാണ് നടത്തുന്നത്.
അരുതേ എന്ന് പേരിട്ടിരിക്കുന്ന ഈ യാത്ര സൗഹൃദമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു. അരൂരിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡെലിമോ ജോർജ് MLA ഫ്ളാഗ് ഓഫ് ചെയ്യും. ആലപ്പുഴ, ചങ്ങനാശ്ശേരി, തിരുവല്ല, പത്തനംതിട്ട, കൊല്ലം എന്നീ ജില്ലകളിലൂടെ സഞ്ചരിച്ച് ജൂൺ 10 തിരുവനന്തപുരം ശംഖുമുഖം ബീച്ചിൽ സമാപിക്കും. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, ഫ്ലാഷ് മോബുകൾ, കലാപരിപാടികൾ എന്നിവ യാത്രയ്ക്കൊപ്പം ഉണ്ടാകും. നമ്മളെ അരൂര് തൊട്ട് എറണാകുളത്തെ ഒരു മോട്ടോർ അഗോറിയൻസ് എന്ന് പറയുന്ന ഒരു ബുള്ളറ്റ് ക്ലബ്ബുണ്ട്, ഒരു രജിസ്റ്റേർഡ് ബുള്ളറ്റ് ക്ലബ്ബാണ്. അവർ ഒരു 10-40 ബുള്ളറ്റിൽ ഇതിനെ അകമ്പടി സേവിക്കുകയും നമ്മൾ അരൂരിൽ നിന്ന് തുടങ്ങി അത് ചേർത്തല വരെ നമ്മൾ പള്ളിപ്പുറത്ത് വന്ന് അവിടുന്ന് ചേർത്തല വരെ ഇതിനെ അനുഗമിക്കുകയും ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ തന്നെ ഉള്ള വേറൊരു ക്ലബ്ബ് തിരുവനന്തപുരത്തുണ്ട്. ഇതിൻ്റെ അവസാന ഭാഗത്ത് അവിടുന്ന് അവരുടെ സഹകരണം ഉണ്ടാകും. അവർ ഇതിൻ്റെ കൂടെ തന്നെ ഫുള്ളായിട്ട് ഈ പ്രോഗ്രാമിൻ്റെ കൂടെ യാത്ര ചെയ്ത് വരുന്നതാണ്. അവസാന ദിവസം ചേർത്തല വടക്കുമുറി കീരിപ്പനാട്ട് മഠത്തിൽ കുടുംബയോഗം ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന സപ്താഹ് എന്നതോടനുബന്ധിച്ച് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആ പ്രാധാന്യം ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അവർ നോക്കിയത്. ഒറ്റയ്ക്ക് പോയാൽ അപകടത്തിൻ്റെ ആഴങ്ങളിലേക്ക് പതിക്കും എന്നും ഒന്നിച്ചു പോയാൽ ആ അപകടത്തെ തരണം ചെയ്യാനൊരു കൂട്ടുണ്ടാവും എന്നും ആ കൂട്ടിനൊരു കരുത്തുണ്ട് എന്നുമെല്ലാം വന്നു. പിൽക്കാലത്ത് നമ്മളൊക്കെ എൻ്റെ തലമുറയിൽപ്പെട്ടവർ പോലും സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം ഐകമത്യം മഹാബലം എന്നൊക്കെയുള്ള കേട്ടത് ഈ കൂട്ടായ്മയെ കണ്ട് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന ഒരു കാലഘട്ടം ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കുടുംബങ്ങൾ പോലും അത്തരത്തിൽ ഉള്ളൊരു പ്രാധാന്യത്തോടു കൂടി നിന്നു. ആ പ്രാധാന്യത്തോടു കൂടി നിന്നപ്പോഴാണ് കുടുംബം കെട്ടുറപ്പോടുകൂടി തന്നെ നിന്നത് കാണുന്നത്. കൂട്ടായ്മകളെല്ലാം മാറുകയും ഓരോരുത്തരും അവരവരിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. അങ്ങനെ അവരവരിലേക്ക് ചുരുങ്ങിയപ്പോൾ അതിൻ്റെ പ്രയോജനത്തിൻ്റെ കണക്കുകൾ ചിലപ്പോൾ പറയുന്നുണ്ടാവാം. അവനവനിലേക്ക് ചുരുങ്ങിയപ്പോൾ എല്ലായിടവും വേർതിരിവുകളാണ് ഉണ്ടായത്. ആ വേർതിരിവുകൾ നമ്മൾ കാണുന്നത് മതിലുകളിൽ ഉൾപ്പെടെ എല്ലായിടങ്ങളിലുമാണ്. അത് ഭൂമിയിൽ കാണുന്ന മതിലുകൾ മാത്രമല്ല, മനസ്സുകളിൽ പോലും മതിലുകൾ രൂപപ്പെടാൻ തുടങ്ങി. എൻ്റെ പറമ്പിലേക്ക് വേറെ ആരും കയറരുത് എന്നതിന് കുടുംബയോഗം പ്രസിഡന്റ് ജി ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേത്രം തന്ത്രി മുരളീധരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുടുംബാംഗങ്ങളെയും പ്രശസ്ത കലാകാരന്മാരെയും മന്ത്രി പി പ്രസാദ് പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ മുഖ്യ പ്രഭാഷണം നടത്തി. ചേർത്തല SI എസ് സുരേഷ് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. കുടുംബയോഗം സെക്രട്ടറി ചന്ദ്രലേഖ രാധാകൃഷ്ണൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഹരികുമാർ നന്ദിയും പറഞ്ഞു. വാരനാട് 4613 നമ്പർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കരയോഗത്തിലെ LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് നോട്ട് ബുക്കുകളും മറ്റ് പഠനോപകരണങ്ങളും നൽകിയത്. ഈ വർഷം SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ വിജയം കൈവരിച്ചവരെ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. കരയോഗം വൈസ് പ്രസിഡന്റ് നന്ദനൻ ദേവദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി സന്തോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി സുദർശനൻ, വനിതാ സമാജം പ്രസിഡന്റ് സൂര്യ ബാലമുരളി, വൈസ് പ്രസിഡന്റ് ബിന്ദു സന്തോഷ്, അധ്യാപിക പഠന ക്ലാസ് അധ്യാപിക സുദക്ഷിണ എന്നിവർ പ്രസംഗിച്ചു. ആലപ്പുഴക്കാരുടെ ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രം ജൂൺ 6 തിയേറ്ററുകളിൽ റിലീസാകും. ക്യാൻസറിനെ പൊരുതി ജീവിക്കുന്ന കൊച്ചു പെൺകുട്ടിയുടെ അതിജീവനവും കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമാണ് സിനിമയുടെ പ്രമേയം. 6-ാം തീയതി പടം റിലീസ് ചെയ്യുകയാണ്. 5-ാം തീയതി ലോക പരിസ്ഥിതി ദിനമാണ്. 6-ാം തീയതി പടം റിലീസാവുകയാണ്. ഇത് ആലപ്പുഴയുടെ ഒരു ചരിത്രം ആലേഖനം ചെയ്യുന്ന ഒരു സിനിമയാണ്. പരിസ്ഥിതി വിഷയം ആലേഖനം ചെയ്യുന്ന പടമാണ്. ഒരു 10-15 വർഷത്തിന് മുമ്പ് ഇവിടെ പണിക്കർ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. മാതൃഭൂമിയുടെ പണിക്കർ ചേട്ടനുണ്ട്. പണിക്കർ ചേട്ടൻ ഞാനോട്ടൊക്കെ മറ്റേ മുഖമ്മയിൽ ഒക്കെ കുറേ നാൾ ഇതിനെക്കുറിച്ച് റിസർച്ച് വർക്ക് നടന്നത് 10-15 വർഷത്തിന് മുമ്പ് നടന്ന ഒരു വർക്കാണ്, ആലോചിച്ചിരുന്ന ഒരു വർക്കാണ്. അപ്പോൾ അന്ന് ആലപ്പുഴയിൽ ഞങ്ങൾ കണ്ടൽക്കാടുകളെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ കാര്യം ഈ സിനിമ ഉദ്ദേശിക്കുന്നത്. കണ്ടൽക്കാടുകളെ എഴുതിയിട്ട് അന്ന് ആലപ്പുഴയുടെ പരിസ്ഥിതി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒരു കാലമാണ്. കണ്ടൽക്കാടുകൾ നല്ല ഇതുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ സംഗീതം.
ഇതിന് സംഗീതം എന്ന് പറയുമ്പോൾ ജോസി ആലപ്പുഴയാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പഴയ ബുദ്ധിസ്റ്റുകളുടെ ഒരു പാരമ്പര്യമുണ്ട് ആലപ്പുഴയ്ക്ക്, അറിയാമല്ലോ, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ശ്രീമൂലവാസം എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധവികാര കേന്ദ്രമായിരുന്നു ആലപ്പുഴ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ ഈ സിനിമയിൽ വരുന്നുണ്ട് കൊണ്ട് പറയുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധ ഇതിൽ ആ ഒരു ടച്ചിലാണ് ഇത്തരം സംഗീതങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പാട്ട് എഴുതിയിരിക്കുന്നത്, വരികൾ എഴുതിയിരിക്കുന്നത് DB അജിത്താണ്, കവിയാണ്. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇപ്പോൾ പാട്ടൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. മനോഹരമായ പാട്ടുകൾ എഴുതിയ ആലപ്പുഴക്കാരനാണ്. പിന്നെ ഇതിനകത്ത് പാടിയിരിക്കുന്നത് ആൻഡ്രിയ, നല്ല പാട്ട് കേട്ട് നോക്കും, നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആൻഡ്രിയ ആലപ്പുഴക്കാരിയാണ്. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്ത രാജേഷ് കോബ്ര, ഒരു ചാത്തൻ എന്ന് പറഞ്ഞൊരു കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുന്ന ചാത്തൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് രാജേഷ് കോബ്ര ചെയ്തിരിക്കുന്നത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചിത്രം റിലീസാവുകയാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണ് ലൈഫ് ഓഫ് മാൻഗ്രോവ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും പ്രധാന നടനും ആലപ്പുഴക്കാരാണ്. ചിത്രത്തിന്റെ രചനയും സംവിധാനവും NN നിർവഹിച്ചിരിക്കുന്നു. S&H ഫിലിംസിന്റെ ബാനറിൽ ശോഭാ നായർ, PV ഹംസ കുട്ടനാട്, ഉമ്മർ പട്ടാമ്പി, സതീഷ് പൈങ്കുളം എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് കോബ്ര, സുധീർ കരമന, ദിനേശ് പണിക്കർ, നിയാസ് ബക്കർ, ഗാത്രി വിജയ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ചിത്രം ജൂൺ 6 റിലീസാവും. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചേർത്തല ഉപജില്ലാ ഓഫീസിന് സ്വന്തമായി കെട്ടിടവും സ്ഥലവുമായി. ഇതിന്റെ വിലയാധാരം കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഏറ്റുവാങ്ങി. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ കേരളത്തിൽ ഏറ്റവും നന്നായി ലാഭകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് കേരളത്തിലെ 34 ഓഫീസുകളുണ്ട്. ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നതും ബ്രാഞ്ച് ഓഫീസുകളെല്ലാം പ്രവർത്തിക്കുന്നതും വാടക കെട്ടിടത്തിലാണ്. അതേ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് സ്വന്തമായി ഒരു ഓഫീസ്, ഹെഡ് ഓഫീസ് ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിൽ ആരാധ്യനായിട്ടുള്ള പിണറായി ഗവൺമെൻറ് കേരളത്തിൽ പ്രത്യേക തീരുമാനമെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പേട്ട റെയിൽവേ സ്റ്റേഷനടുത്ത് ഞങ്ങളുടെ ഹെഡ് ഓഫീസ് പണിയുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം അനുവദിച്ചു. ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേർത്തല ബ്രാഞ്ച് ഓഫീസിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ചേർത്തല ബ്രാഞ്ച് ഓഫീസ് പ്രവർത്തിക്കുവാൻ സ്വന്തമായി ഒരു കെട്ടിടം, സ്ഥലവും ഉണ്ടാകണമെന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. അതിൻ്റെ ഭാഗമായി ഹൗസിംഗ് ബോർഡിന് ചേർത്തലയിൽ ഉണ്ടായിരുന്ന പ്ലോട്ടുകൾ പലതും വിറ്റഴിച്ചിട്ടിരിക്കുകയാണ്. ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടവും അതിലിപ്പോൾ സ്ഥലവും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ വാങ്ങിച്ചു. സംസ്ഥാന തലത്തിൽ, ഗവൺമെൻറ് തലത്തിൽ, ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ചർച്ചാന്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്ത് അത് തീറാധാരം രജിസ്റ്റർ ചെയ്ത് വില വെച്ച് തീറാധാരം രജിസ്റ്റർ ചെയ്ത് ഇത് വാങ്ങിച്ചു. ആ തീറാധാരമാണ് ഇത്. ചേർത്തല നഗരത്തിലുള്ള കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള 9 സെന്റ് സ്ഥലവും കെട്ടിടവും കോർപ്പറേഷന്റെ ചേർത്തല ഓഫീസിന്റെ പ്രവർത്തനത്തിന് ഹൌസിംഗ് ബോർഡിൽ നിന്നും കോർപ്പറേഷൻ വിലയ്ക്ക് വാങ്ങി. ആയതിന്റെ വിലയാധാരവും മറ്റും ചേർത്തല സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് ജനറൽ മാനേജർ VP അലോഷ്യസ്, ചേർത്തല ഉപജില്ലാ മാനേജർ സജിത, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തകരായ B വിനോദ്, NR ബാബുരാജ്, PR ഹരിക്കുട്ടൻ, KP പ്രതാപൻ, PS പുഷ്പരാജ്, PT സതീശൻ, S സുഭാഷ്, D സൽജി, അനൂപ് ചാക്കോ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തല ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ആദ്യമായി പ്രവേശനം നേടി 11 പെൺകുട്ടികൾ. മന്ത്രി P പ്രസാദിന്റെ ഇടപെടലിനെ തുടർന്നാണ് പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകി ഉത്തരവായത്. ആശാപ്രവർത്തകർ തലസ്ഥാനത്ത് നടത്തുന്ന സമരത്തിന് പരിഹാരം കാണണമെന്നാവശ്യം. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്ന രാപ്പകൽ സമരയാത്രയ്ക്ക് ജൂൺ 6 ചേർത്തലയിൽ ഗംഭീര സ്വീകരണം നൽകും. വീട്ടുകാർ ആശുപത്രിയിൽ പോയ സമയം വീട് കുത്തിത്തുറന്ന് മോഷണം. കടുത്തുരുത്തി മാൻവട്ടം നെടുന്തുരുത്ത് മാലിയിൽ ജോയിയുടെ വീട്ടിൽ നിന്നും 31 പവനും 25,000 രൂപയും മോഷണം പോയി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.